ഗ്ലാസ്കോയിൽ എത്തി മച്ചാനെ. നമുക്കൊരു മുകളിലെടുക്കുന്നത് അരമണി അടിച്ചു സ്കൂൾ കിട്ടും. എനിക്ക് 2.70 മതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലാസ് വെച്ചല്ല, ഞങ്ങൾ പൈസക്കാരായതുകൊണ്ടല്ല, പിള്ളേരെ തട്ടിക്കൊണ്ടുവന്ന വണ്ടി. അപ്പോൾ വീണ്ടും ഒരു 1.5 ഡ്രൈവിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? അതെ പറയൂ, ഞങ്ങൾ എവിടെയാണ്? ഗ്ലാസ്കോ. അങ്ങനെ നമ്മൾ എത്തി മച്ചാനെ, ഗ്ലാസ്കോയിൽ എത്തി മച്ചാനെ. ഹലോ ഗായ്സ്, ഞങ്ങളപ്പോൾ അവിടെ നിന്ന് വിട്ട് ഒരു 1.5 ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ്കോ സെൻറ്ററിൽ എത്തിയിരിക്കുന്നു. സ്കോട്ട്ലൻഡിന്റെ ഹെഡ് ഓഫീസായ ഗ്ലാസ്കോ. ചിരിച്ചു വേണം. ഗ്ലാസ്കോ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 3-4 ലൊക്കേഷൻസ് ആണ്. സോ ഫസ്റ്റ് ലൊക്കേഷൻ റിവർ സൈഡ് മ്യൂസിയം, സെക്കൻഡ് ലൊക്കേഷൻ വന്നിട്ട് ഒരു ആർട്ട് ഗാലറിയാണ്, അതൊരു മ്യൂസിയം ആർട്ട് ഗാലറിയാണ്. പിന്നെ മൂന്നാമത്തെ നാഷണൽ ലൈൻ എന്ന് പറഞ്ഞൊരു ഒരു പ്ലേസ്, ദെൻ ഡെവിൾസ് പുൾപിറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസ്. അങ്ങനെ 4 പ്ലേസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലൊക്കേഷൻ ഇസ് റിവർ സൈഡ് മ്യൂസിയം. സോ അപ്പോൾ ഇതാണ് റിവർ സൈഡ് മ്യൂസിയം. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഉണ്ട്. നമുക്കിവിടെ റിവർ സൈഡ് മ്യൂസിയം ഫ്രീ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. സോ ദിസ് ഇസ് വാട്ട് റിവർ സൈഡ് മ്യൂസിയം ഈസ്. സോ ഇതാണ് റിവർ സൈഡ് മ്യൂസിയത്തിന്റെ ഉൾഭാഗം വരുന്നത്. പഴയ കുറേ വണ്ടികൾ ഇതിൻ്റെ ഉള്ള കാഴ്ചകളാണ്. ഇവിടെ ഇതൊരു ടെസ്ലയുടെ മോഡൽ SP85 പ്ലസ് 2014 ഒരു മോട്ടോർ കാറാണ്. അത് അവർ സ്പെഷ്യൽ നമ്പർ പ്ലേറ്റ് ഒക്കെ ഫോട്ടോൺസ് വെച്ചിട്ട്, അതായത് ഇലക്ട്രിക് വണ്ടികളെ പ്രോത്സാഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വേലയില്ലപ്പെട്ട തരിയിൽ ധനുഷ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദിസ് മ്യൂസിയം ആണ്. ഇവിടെ ഈ മ്യൂസിയത്തിനകത്ത് തന്നെ അവരൊരു ചെറിയൊരു സ്ട്രീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് കണ്ടോക്കാം. പക്ഷേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു അവർ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടാവുമോ, ഷോപ്പൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. സോ ഞങ്ങൾ അത് കാണിച്ചു തരാം കേട്ടോ. കാരേജ് വെഹിക്കിൾ ഇല്ലേ, നമ്മളിപ്പോൾ പണ്ടത്തെ ക്യൂൻസിനെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവുമല്ലോ, പണ്ടത്തെ സിനിമയിലെ കണ്ടിട്ടില്ലേ, ഈ വഴിയിൽ ഇങ്ങനെ ഉണ്ടാവത്തില്ലേ, അതുപോലെ ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ലെതറാന്ന് തോന്നുന്നു അല്ലേ, എന്താണോ ഭയങ്കര ഫീൽ, ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ടുണ്ട്. അവരുടെ പണ്ടത്തെ വേഷങ്ങളൊക്കെയാണ് വെച്ചിരിക്കുകയാണ്. പണ്ട് എങ്ങനെയായിരുന്നു. സോ പണ്ടത്തെ ഒരു സബ്വേ, ഇതൊരു പഴയ ട്രെയിനാണ്, അതിനെ അതുകൂടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഹൈറ്റ് ഒക്കെ നോക്കാം. നമ്മൾ കുഞ്ഞെണ്ണ കയറേണ്ടി വരും അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ. ഇതാണ് എൻ്റെ ഇൻഡക്ഷൻ വരുന്നത്. അല്ല ആക്സസ് അല്ല, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സീറ്റിങ്സ് ഒക്കെ നമ്മൾ പഴയ സീറ്റിങ്സ് ഒക്കെ. നെക്സ്റ്റ് ഇവിടെ വരുന്നത് ഇതുണ്ട്. ഈ സ്ട്രീറ്റ് അങ്ങനെ കാണാൻ പറ്റുന്നില്ലേ, ഇത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് നോക്കുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു. ഇതിപ്പോ നമുക്കിത് കുറച്ചും കൂടെ എന്താ പറയുക, അതിന് രസം തോന്നുന്നു. നമ്മൾ ഇതുപോലത്തെ തന്നെ ഇപ്പോഴത്തെ സ്ട്രീറ്റാണ് നമ്മൾ പുറത്ത് കാണുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ടൗണിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ബൈ ലുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ ഒക്കെ ഒരു മോഡേണൈസ്ഡ് വേർഷൻ ആണ് നമുക്കിപ്പോൾ പുറത്തുള്ളത്. ഇതിന്റെ ഒരു ഓൾഡ് വേർഷൻ ഇവിടെ കാണുമ്പോൾ ഭയങ്കര രസം.
See? How? മെയിൻ ഐറ്റമായ ദ ടോൾ ഷിപ്പിലേക്കാണ് പോകുന്നത്. ദിസ് വൺ. നല്ല ചൂട്, തണുപ്പ് കിട്ടാൻ വേണ്ടി സ്കോട്ട്ലൻഡിൽ വന്നത്. പക്ഷേ ഇവിടെയും നല്ല അത്യാവശ്യത്തിന് ചൂടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലാസ് വെച്ചത്, അല്ല ഞങ്ങൾ പൈസക്കാരായതുകൊണ്ടല്ല. നമുക്ക് ടോൾ ഷിപ്പിലകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഫണ്ടിൻ്റെ. എനിക്ക് 2.70 മതി. വെൽക്കം അബോർഡ്, പ്ലീസ് സ്റ്റെപ്പ് ഓൺ ബോർഡ് വിത്ത് ക്യാൻ. ഇതിനകത്ത് കുറേ സ്മോൾ ബോട്ടുകളുണ്ട് കേട്ടോ. 1 2 3 4 4 അവിടെ തന്നെ ഉണ്ട്. അവിടെ എക്സിറ്റ് ആയി. നമുക്ക് അത് ഫ്രണ്ട് നിന്ന് കണ്ടുവരണം. ഇതിനകത്ത് കിച്ചൺ ആണ് കേട്ടോ. സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഡമ്മി പീസ അതാ ഒരു പൂപ്പലിന്റെ ഒക്കെ ഒരു മണ. ഓക്കെ, എലീനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മേലെ. ക്യൂട്ടി ക്യൂട്ടി എലി. ഓ, ഇതൊരു ഡൈനിങ് ഹോളാന്ന് തോന്നുന്നു കേട്ടോ. ഉറങ്ങുന്ന സ്ഥലമൊക്കെ വർക്കേഴ്സിൻ്റെ ആയിരിക്കാം അല്ലേ? അതെ, വർക്കിംഗ് ഷേപ്പ്. സോ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബെഡ്റൂം, ഡൈനിങ് ഹോളൊക്കെയാണ് ഇത് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എലിയൊക്കെ ഉണ്ട് ബെഡിൽ. എൻജിൻ റൂമും കാർഗോ ഹോൾഡും വരുന്നുണ്ട്. ഇതാണ് കപ്പൽ എൻജിൻ. ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇത് നങ്കൂരം, വേറെ നങ്കൂരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഓൾഡ് നങ്കൂരായിരിക്കും. ഇതാണ് കിച്ചൺ വരുന്നത്. ഒരു റൂമിൻ്റെ കിച്ചൺ സെറ്റപ്പ്. ഇത് മെയിൻ ആൾക്കാരുടെ റൂമായിരിക്കും. ഗ്ലാസ്ഗോയിലെ സൈറ്റ് സീയിങ് ബസ്സാണ് ഗൈസ്. ഓക്കെ, ഇത് എല്ലാ സ്ഥലത്തും നിർത്തി. ലണ്ടനിലുള്ള പോലെ തന്നെ നമ്മൾ ഒരു വണ്ടി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കയറി ആ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഈ ഗ്ലാസ്ഗോയിലെ മെയിൻ അട്രാക്ഷൻസ് എല്ലാ സ്ഥലത്തും ഇത് നിർത്തി അങ്ങനത്തെ ഒരു സംഭവം. നമ്മളിതിന് കാറിലായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, അല്ലാതെ ട്രെയിനിലൊക്കെ വരുന്നതാണെങ്കിൽ അതും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ മ്യൂസിയത്തോട് ഇവിടെ പറയുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി ഫുള്ള് കണ്ടു. നല്ല രസമുണ്ട്. മ്യൂസിയം ഷിപ്പൊക്കെ കാണാൻ വ്യത്യസ്തമായൊരു വൈബ്. എന്താ, അപ്പോൾ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഗ്ലാസ്ഗോ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഗ്ലാസ്ഗോ ഞാൻ പോകുന്നു. എന്താ, ഗ്ലാസ്ഗോ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഗ്ലാസ്ഗോ വന്നാൽ കാണാൻ പറ്റിയൊരു ഏരിയ ആണിത്, മ്യൂസിയം ഷിപ്പ്. അപ്പോൾ അടുത്ത സൈറ്റിലെത്തുന്നവരെ ബൈ. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കെൽവിൻസ്ഗ്രൂവ് ആർട്ട് ഗാലറിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഗ്ലാസ്ഗോയുടെ മാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കാണിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി കൻ ഗോ എവ്രിവെയർ ബിക്കോസ് സൺഡേ ആണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു വിത്തിൻ 5 o'clock എല്ലാം ക്ലോസ് ആകും. സോ എല്ലായിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമ്മൾ വിചാരിക്കുന്ന 2-3 ഡെസ്റ്റിനേഷൻ അത് കവർ ചെയ്യണം. സോ യെസ്, അപ്പോൾ നമ്മൾ കെൽവിൻസ്ഗ്രൂവ് ആർട്ട് ഗാലറിയിലോട്ട് പോകുന്ന ഓൺ ദ വേ ആണ്. ഒരു 10 minutes ആണ് ഇവിടുത്തെ കാണിക്കുന്നത്. സോ നമ്മൾ മറ്റേ കെൽവിൻസ് ആർട്ട് ഗ്രൂവ് ഗാലറിയിലെത്തിരിക്കുകയാണ്. സൂപ്പർ. നമുക്ക് സമയം കുറച്ച് വൈകി പോയിരിക്കുന്നു. നമുക്ക് 5 o'clock ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. നൈറ്റ് മ്യൂസിയം പടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതുപോലെ അതുപോലെ തന്നെ ഉണ്ടല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ ഫിലിം കണ്ടിട്ടുണ്ട് ശരിക്കും. എന്നിട്ട് രാത്രി ആവും നിങ്ങൾക്കൊക്കെ ജീവൻ വയ്ക്കുക. എടീ, അത് ഇവിടെ തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക. ഓ, ഇത് മറ്റേ ഇതല്ലേ യൂണിക്കോം? എന്തായാലും പറയാം. എടാ, നമ്മുടെ ഹാരി പോട്ടർ കൊടുത്തിനകത്തൊക്കെ അല്ലേ കൊമ്പ് കുറച്ച് മാൻ. ഐറിഷ് ഡീർ. ഇത് ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദിസ് ഓൾ ആർ ആർട്ട്.
ആനപ്പാപ്പി. ഓ ശരിക്കും കിട്ടും, നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആ സിനിമ നൊക്കളാൻ ചെടിയുന്നു. രാത്രി ആകുമ്പോൾ ഇതിനൊക്കെ ചെയ്യാൻ വെക്കും. എന്താണ് ഡ്രസ് അടിക്കുന്നത്? കഴിഞ്ഞു. This is nice. എക്സ്പ്രഷൻ എല്ലാ ഫേസിലും ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ആണുള്ളത്. സോ ഈ മ്യൂസിയത്തിൻ്റെ ഈ ഒരു പോർഷൻ നെയിം തന്നെ എക്സ്പ്രഷൻ ആണ്. See that? സാഹസികം നിറഞ്ഞ യാത്രയിലൂടെ പക്ഷേ കുട്ടേട്ടാ സുഭാഷേ